രാഹുൽ മാങ്കൂട്ടത്തിന് കുരുക്കായി രണ്ടാമത്തെ കേസും മാറുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വീട്ടിൽ വന്ന് ബഹളമുണ്ടാക്കിയിട്ടുണ്ടെന്ന് യുവതിയുടെ മൊഴി. രാഹുലിന്റെ സുഹൃത്ത് ഫെന്നി നൈനാനെ ഭയമാണെന്നും പെൺകുട്ടിയുടെ വൈദ്യ പരിശോധന അതീവ രഹസ്യമായി പോലീസ് പൂർത്തിയാക്കി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ അന്വേഷണം ഊർജിതമാക്കുകയാണ് SIT. ഇതിന്റെ ഭാഗമായി ബലാത്സംഗം നടന്നുവെന്ന് പറയുന്ന ഹോം സ്റ്റേയിൽ അന്വേഷണ സംഘം എത്തി പരിശോധന നടത്തും. ഇവിടെ ശാസ്ത്രീയ പരിശോധനയ്ക്കാണ് അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നത്. അതായത് ഫോറൻസിക് അടക്കമുള്ള വിരലടയാള വിദഗ്ധരടക്കമുള്ളവരെ സ്ഥലത്തെത്തിച്ച് പരിശോധന നടത്താനാണ് അന്വേഷണ സംഘം ആലോചിക്കുന്നത്. അത് തൊട്ടടുത്ത ദിവസങ്ങളിൽ അത് സംബന്ധിച്ചുള്ള പരിശോധനകൾ നടത്തും. ഈ പരാതിക്കാരിയായ യുവതിയുടെ വൈദ്യപരിശോധന അതീവ രഹസ്യമായി പൂർത്തിയാക്കിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ മൊഴിയാണ് പെൺകുട്ടി നൽകിയിരിക്കുന്നത്. ഇങ്ങനൊരു മൊഴി നൽകാൻ പെൺകുട്ടി വരുമോ എന്നുള്ളൊരു ആശങ്ക ആദ്യഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. എന്നാൽ അവർ കേരളത്തിലേക്ക് എത്തിയാണ്, അവർ സംസ്ഥാനത്തിന് പുറത്താണ് കഴിയുന്നത്, കേരളത്തിലേക്ക് എത്തിയാണ് മൊഴി നൽകിയത്. മൊഴി എടുത്തിരിക്കുന്നത് ഈ ബലാത്സംഗം നടന്നു എന്ന് പറയുന്ന ഹോം സ്റ്റേ ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്തുള്ള സ്ഥലത്ത് വെച്ചിട്ടാണ്. പൂഴംകുഴലി SP തന്നെയാണ് മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തത്. ആ മൊഴിയിൽ തന്നെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്നു. അതിനൊപ്പം തന്നെ ശാരീരികമായി പരിക്കേൽപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. അതിനൊപ്പം മറ്റു ചില കാര്യങ്ങൾ കൂടി ആ മൊഴിയിൽ പറയുന്നുണ്ട്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഘട്ടത്തിൽ വീട്ടിലെത്തി വലിയ തോതിൽ ബഹളമുണ്ടാക്കി എന്ന് മൊഴിയിൽ പറയുന്നുണ്ട്. അതിനൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂട്ടുകാരനായ ഫെനി നൈനാൻ അയാളെ ഭയമാണ്, അയാളോടുള്ള പേടി കാരണമാണ് താൻ മൊഴി നൽകാൻ വൈകിയത് അല്ലെങ്കിൽ പരാതി നൽകാൻ വൈകിയതെന്നാണ് പെൺകുട്ടി പറയുന്നത്. കാരണം ഏതെങ്കിലും രീതിയിലുള്ള പ്രതികാരം ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സംഘത്തിൽ നിന്നുണ്ടാകും എന്നുള്ളൊരു ഭയമുണ്ട് എന്നൊക്കെ ആ പെൺകുട്ടി പറയുന്നുണ്ട്. ഏതായാലും നാളെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ കേസിലുള്ള മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതിയുടെ ഉത്തരവ് വരും. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് ഈ ഉത്തരവ് പറയുന്നത്.